ഒരു പരിധി വരെ സാറ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. മിസ്റ്റർ മുരളി പറഞ്ഞു ഈ ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഓർഡറാണെന്ന് തോന്നുന്നു. ആ ഓർഡറെ മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അംഗീകരിച്ചേ തീരൂ. പരിസ്ഥിതി സംരക്ഷണം, വന്യമൃഗജീവി സംരക്ഷണം, ഇതൊക്കെ ആവശ്യമായ സംഗതികളാണ്. ഇത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ ഒരു ബാലൻസിങ് ആക്റ്റായിട്ട് നമ്മുടെ പ്രധാന പ്രശ്നം എങ്ങനെ മറികടക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. ഒരു പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇപ്പം വഴി പോകുന്ന ഒരു ജീവിയെ കണ്ടാൽ ഇത് 100 മൈൽ സ്പീഡിൽ ഓടിച്ചു പോയാൽ അതിനെ തട്ടിക്കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ നിർത്തി അതിന് മറികടന്ന് പോകുന്ന സാഹചര്യം ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ ഓസ്ട്രേലിയ ഓൾസോ. ദ വേ പീപ്പിൾ ആർ ഡ്രൈവിംഗ് അറൗണ്ട്. ഒരു കങ്കാരു അതിൻ്റെ വഴിയെ ചാടിയാൽ അവിടെ നിർത്തി അതിന് പോയി അത്രമേൽ പേഷ്യൻസോട് കൂടിയാണ് ആൾക്കാർ പോകുന്നത്. ഇതാവശ്യമാണ്. എസ്പെഷ്യലി ഇന്നത്തെ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ്. അതേസമയം യാത്രാ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ തീരൂ. അതിന് പറയുന്നത് ഇപ്പം ഓൾട്ടർനേറ്റീവ് റൂട്ട് മിസ്റ്റർ മുരളി സജസ്റ്റ് ചെയ്തുണ്ടായി. ഇവിടെ ആചാര്യം വേറൊരു സജഷൻ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇത് എത്രമാത്രം പ്രായോഗികമാക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ തുടർന്നുള്ള ചർച്ചകളും അതിനുള്ള വഴികളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം ഈ കോടതിയുടെ ഓർഡർ മറികടക്കുക ഇപ്പോൾ ഒരുപിടി വർഷങ്ങളായിട്ട് നോക്കുന്ന കേസുകളൊക്കെ ഉണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇത് പുതിയ റൂട്ട് നോക്കുക. രണ്ടാമത് ഈ ചെറിയ ഒരു ഹ്രസ്വ ദൂരം എങ്ങനെ മറികടക്കാം, അതിന് ഓവർ ബ്രിഡ്ജോ അണ്ടർ ബ്രിഡ്ജോ തുരങ്കമോ അതുവല്ലം പ്രായോഗികമാണോ എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ കരണീയമായിട്ടുള്ളത്. ഷാഹിർ, ബാംഗ്ലൂർ എന്ന നഗരത്തിന് വേഗത കൂടുതലാണ് നമ്മുടെ യാത്രയ്ക്കും. സ്വാഭാവികമായും അത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച യാത്രാ മര്യാദ കുറവ് ക്ഷണിച്ചു വരുത്തിയതല്ലേ ഈ നിരോധനം? ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. ഞാൻ സ്ഥിരമായി ഈ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണ്. നിങ്ങൾ കർണാടക ഭാഗത്ത് സഞ്ചരിച്ചിട്ട് കേരള ഫോറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം കാണുന്നൊരു ബോർഡുണ്ട്. ഞാൻ അവിടെ ശ്രദ്ധിച്ചു, മറ്റൊരുത്തുണ്ടാറില്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ ട്രാഷ് ക്യാൻ. എന്തുകൊണ്ട് അത് മലയാളിയോട് മാത്രം പറയേണ്ടി വരുന്നു? നിങ്ങൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് സഹയാത്രികരെ ശ്രദ്ധിക്കുക. വനത്തോടും വന്യജീവികളോടും ഒരു ബഹുമാനവും സ്നേഹവും കാണിക്കാതെ നല്ലൊരു ശതമാനം ആൾക്കാരും പോകാറില്ല. നിങ്ങൾ കുടിച്ച സാധനം പുറത്തേക്ക് വലിച്ചെറിയും. ആ കാർഡ് ഒരു നിമിഷം നോക്കി നിന്നാൽ, എൻ്റെ മൊബൈൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിർത്തി എൻ്റെ മക്കളെ നിർത്തിയിട്ട് ഞാൻ കാർഡിൻ്റെ ഇത് ഫോട്ടോ എടുത്ത് അതിൻ്റെ സൗണ്ട് മാത്രം ക്യാപ്ചർ ചെയ്തു. അത്രയും സുന്ദരമായ ഒരു വനത്തെ ട്രാഷ് ക്യാൻ പോലെയാണ് നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് മലയാളിയുടെ ഭാഗത്ത് മാത്രം അത് എഴുതി വെക്കേണ്ടി വന്നത്, ഇത് നിങ്ങളുടെ ചവറ്റുകൂണയല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളാണ് അതിൽ ഒന്നാം പ്രതി. രണ്ടാമത്തെ വിഷയം, ആൾട്ടർനേറ്റീവ് റൂട്ടുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് അത് ഇത്ര കാലമായിട്ട് പുനരുദ്ധീകരിക്കുന്നില്ല? കഴിഞ്ഞ ആ ഹുൻസൂർ കുട്ട റൂട്ട് 30 കിലോമീറ്ററോളം തകർന്ന് റോഡുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത, ഒരിക്കൽ യാത്ര ചെയ്ത പിന്നെ ഒരിക്കലും നമ്മൾ അതിലൂടെ യാത്രയില്ല. ഇത്രയധികം രാഷ്ട്രീയക്കാരും ഇത്രയധികം മലയാളി സംഘടനകളും ഇത്രയധികം ഇവിടെ IAS ഓഫീസർമാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കെ ആ ഒരു 30 കിലോമീറ്റർ ടാർ ചെയ്യാൻ ഇവിടുത്തെ മലയാളികൾ ഒരു രൂപ ഇട്ടാൽ മതി. 1 രൂപ. ക്ലിയർ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് അലക്സാണ്ടർ അതിന് മറുപടി പറയണമെന്ന് തോന്നുന്നു. നോക്കൂ, ഈ പറയുന്ന 30 കിലോമീറ്റർ ദൂരം മാത്രമല്ല, കേരളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സ്വാഭാവികമായും മലയാളിയായ ഒരു ടൂറിസം മന്ത്രി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലേക്കുള്ള കർണാടക പാതകൾ കൂടുതൽ മനോഹരമായി തീരുമെന്നാണ്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ച 30 കിലോമീറ്റർ റോഡ് അങ്ങനെ ആയിരുന്നില്ല. ഇതേതോ മനഃപൂർവ്വം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ചെയ്ത ഒരു കാര്യമാണത്. അത് ഞാൻ സമ്മതിക്കുന്നത്. ഞാൻ ഈ സർക്കാരിൻ്റെ നീതിയെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് പറയുന്നതല്ല. പക്ഷേ ഈ പരിസര സംരക്ഷണത്തിനെ പറ്റിയുള്ള അവബോധം പണ്ട് എന്നത്തേക്കാളും കൂടി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ പരിസരവാദികളുടെ ആ സമരവും അവരുടെ വാദങ്ങളുമെല്ലാം ഇതിനെല്ലാം വളരെയേറെ മാധ്യമങ്ങൾ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ചെയ്ത ഒരു പോളിസിയാണത്. അപ്പോൾ അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഈ രാത്രി യാത്രാ നിരോധനം കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണോ? കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ആണ്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത നിയമവിധേയം കേരളത്തിൽ മാത്രമുണ്ടോ? അതൊരു സംശയമാണ്. ആചാര്യ അദ്ദേഹം പറഞ്ഞത് പ്രകൃതി സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ യാത്ര നിരോധിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ മലയാളികളെ മാത്രം സംബന്ധിച്ച് പറയുമ്പോൾ, വിദേശത്തുള്ള മലയാളികൾ ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് രാത്രി മരിച്ച വിവരം കിട്ടിയതിന് ശേഷം വളരെ അത്യാവശ്യമായിട്ടാണ് അവർ പാസ്പോർട്ട് ഇത് ശരിയാക്കിയിട്ട് തിരിച്ചു വരുന്നത്. ധ്രുവരാജ്, ഇതിനോടൊരു മറുപടി. വളരെ എമർജൻസിക്ക് കേരളത്തിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരാൾ 9 മണിക്ക് ശേഷം ഈ വഴി കടന്നു പോകാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ഒരു എക്സ്ട്രീം ഫണ്ടമെന്റലിസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടാവുന്നത് ശരിയാണ്? അവർക്ക് കുട്ടവഴി പോകാമല്ലോ.
HD കോട്ട വഴി പോകുന്ന റോഡാണ് 6 മണിക്ക് ക്ലോസ് ചെയ്യും. അത് നാഗർഹോള നാഷണൽ പാർക്കിനുള്ളിൽ കൂടെ പോകുന്ന റോഡാണ്. അതൊക്കെ അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു എമർജൻസിക്ക് ഒരു ആരെങ്കിലും മരിച്ചു ഇല്ലെങ്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കേണ്ടത്, എമർജൻസി വഴി എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ഏറ്റവും വലിയ കാര്യം ആലോചിക്കേണ്ടത് സുൽത്താൻ ബത്തേരിയുള്ള ആളുകൾക്കാണ്. മാനന്തവാടിയോ കൽപ്പറ്റയുള്ള ആളുകൾക്ക് മറ്റേ വഴി പോകാം. സുൽത്താൻ ബത്തേരിയുള്ള ആളുകൾക്ക് 3 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടില്ലേ, അവർക്ക് അവിടേക്ക് വന്നൂടെ, അവർക്ക് അറിഞ്ഞൂടെ. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡ് പെട്ടെന്ന് അതിലേ പോയിക്കൂടെ ഇതിലേ പോയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വൈൽഡ് ഫോട്ടോഗ്രാഫർ ചോദിക്കുന്നത്. നാളെ റോഡില് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ആയി വെച്ചാൽ റോഡ് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുമോ? എത്രയോ മരണങ്ങൾ ഓരോ റോഡുകളിൽ നടക്കുന്നു. ഇത്ര മാത്രം ട്രാൻസ്പോർട്ട് ഇപ്പൊ കൂടിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് കാണുന്നത് രാത്രി കാണുന്നത് വളരെ ദൂരമായിരിക്കും. നമ്മളൊരു ബസ്സിലോ നമ്മളെ കാറിലോ പോകുന്നുണ്ടെങ്കിൽ പേടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഇന്നതല്ല, ഇന്ന് അത് ഇത്രയും ഉള്ള ബസ്സുകളും വാഹനങ്ങളും പോവാണ്. അപ്പോൾ ഇതൊരു മാനിനെ കൊല്ലുന്നതല്ല പ്രശ്നം. രാത്രി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾക്ക് വളരെ സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പുറത്തു വരുന്നത്. നിലമ്പൂരിലും അവിടെ ഇവിടെയും നടക്കുന്ന സംഭവങ്ങൾ അത് പുറത്തു വരുവാണ്. കാരണം മൃഗങ്ങളെ താമസിക്കാനുള്ള സൗകര്യം നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നമ്മൾ സ്ഥലത്ത് വരണം. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്വാർത്ഥതയെപ്പറ്റി പറഞ്ഞു. ഞാൻ പറയുന്നത് തികച്ചും സ്വാർത്ഥതയാണ്. ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് കേസ് ഒരാൾ എയർപോർട്ടിൽ വന്നിട്ട് പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായും എമർജൻസി ആണെങ്കിൽ എമർജൻസി ഷുഡ് ബി മെറ്റ്. അതിന് എന്തിനായാലും വ്യവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾക്ക് അത് വിചാരിച്ചിട്ട് സുപ്രീം കോർട്ട് പോയി തന്നെ മലയാളിക്ക് ഞാൻ പറഞ്ഞ ലജ്ജയാണ്, പോകാൻ പാടില്ല. പരിസ്ഥിതി കാര്യം പറയുന്ന പോലെ ആ പ്രശ്നങ്ങൾ അവർ ചെയ്തതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. അതോടൊപ്പം തന്നെ അന്ന് മാനന്തവാടി കുട്ട റോഡ് 30 കിലോമീറ്റർ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഇത് വർഷങ്ങളായി ഇത് പൂട്ടി കിടക്കുന്നു. ഇത് ഈ ഒരു രീതിയിലേക്ക് അത് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് പാരലലായിട്ട് ആ 30 കിലോമീറ്റർ ടാർ ചെയ്തിരുന്നെങ്കിൽ ഒരു പകുതി ആശ്വാസം കിട്ടുമായിരുന്നു. മലയാളികൾ ഒരു രൂപ ഇട്ടാൽ മതി, ഒരു രൂപ റോഡ് ടാർ ചെയ്യും. അല്ല കേൾക്കുക, അങ്ങനെ അതിന് സമീപനത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം HD കോട്ട വഴി വേറെ റോഡുണ്ട്, നാഷണൽ പാർക്ക് വഴിയുള്ള റോഡാണ്. സമാന്തരമായിട്ട് അത് ഫോറസ്റ്റ് ഇല്ലാത്തൊരു പ്രപ്പോസൽ ഇപ്പം കൊടുത്തിട്ടുണ്ട്. അതിന് പ്രാധാന്യം ഫോറസ്റ്റ് ഇല്ലാത്ത റോഡിന്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. KKDF അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള നിലപാടുകൾ സർക്കാർ തലത്തിലായാലും പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെ സഹകരണത്തോടുകൂടി അത് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് അഭിപ്രായം. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ഇങ്ങനെ കാട് കയറിക്കൊണ്ട് പോവാണ്. ഇതിനൊരു ആൾട്ടർനേറ്റീവ് എന്താണുള്ളതെന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. ആ ആൾട്ടർനേറ്റീവ് ഉള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ശ്രീ മുരളിയും നമ്മുടെ ചെയർമാനും പറഞ്ഞ പോലെ നമ്മൾ പ്രപ്പോസ് ചെയ്ത ഒരു റോഡ് അതിലാകെ 2 കിലോമീറ്റർ ഫോറസ്റ്റിലൂ. അവിടെ ഈ പറഞ്ഞ തുരങ്കം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓവർ ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലവും ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ പ്രോബ്ലവും ഇക്കോളജിക്കൽ പ്രോബ്ലവും ഒന്നുമില്ലാത്ത ഒരു റോഡ് നമ്മൾ സർവേ ചെയ്തുണ്ടാക്കിയ റോഡ്. ദർ ഈസ് എ റോഡ്. അതിന് മുന്നിലെ ബ്ലോക്ക് എന്താണ്? ഒരു ബ്ലോക്കും ഇല്ല. നമുക്ക് രാഷ്ട്രീയ സമ്മർദ്ദമില്ല, അത് തന്നെയാണ് ബ്ലോക്ക്. ഞങ്ങൾ 6 തവണ ഇത് കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. ട്രിവാൻഡ്രത്ത് പോയി 3 തവണ കൊടുത്തു. അതിന്റെ പശ്ചാത്തലത്തിൽ PWD മിനിസ്റ്റർക്കും കൊടുത്തു. കേരളത്തിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീ ശ്രീകണ്ഠൻ നായർ ഇവിടെ പറഞ്ഞയച്ചു. അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് ഞങ്ങൾ പോയി ജീപ്പിൽ ഈ റോഡ് സർവേ ചെയ്തു. അദ്ദേഹം വളരെ വയബിൾ ആണെന്ന് പറഞ്ഞ് കേരള മുഖ്യമന്ത്രിക്ക് ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ വീണ്ടും കണ്ടു. ഞങ്ങൾക്ക് മാത്രമേ അദ്ദേഹമായിട്ട് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നുള്ളൂ. അലക്സാണ്ടർ, നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് റൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രഷർ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതാണ് ഇനിയുള്ള ഒരേ ഒരു സൊല്യൂഷൻ. ഈ റോഡെന്ന് പറഞ്ഞാൽ സരഗൂർ, ഗണ്ടത്തൂർ, മച്ചൂർ, ഷാനമംഗലം. എത്ര ഭാഗം വരെ കർണാടക ബോർഡർ ഉണ്ട്, എത്ര ഭാഗം വരെ കേരള ബോർഡർ ഉണ്ട്? ഇത് ആരുടെ ചുമതലയാണ്? കേരള PWD ആണോ ചെയ്യേണ്ടത്, അതല്ല കർണാടക തന്നെയാണ് ചെയ്യേണ്ടത്. കർണാടക തന്നെയാണ്. 12 കിലോമീറ്റർ കർണാടകത്തിന്റെ ഭാഗത്തും 13 കിലോമീറ്റർ കേരളത്തിന്റെ ഭാഗത്തുമാണുള്ളത്. കേരളത്തിന്റെ ഭാഗത്ത് ഇറ്റ്സ് ഓൾറെഡി എ ടാർ റോഡ്. ഇറ്റ്സ് നീഡ് ടു ബി അപ്ഗ്രേഡഡ്. കുറച്ച് വീതി കൂട്ടി റീടാർ ചെയ്യുക എന്നുള്ളതാണ് ഈ ശാശ്വത പരിഹാരം. നമ്മൾ 10 കൊല്ലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന യാത്രാ പ്രശ്നത്തിലുള്ള ഇതിലൂടെ പരിഹാരമാകും അല്ലേ? ആ റോഡ് കാണാനായിട്ട് ശ്രീകണ്ഠൻ നായർ വന്നു. ഞങ്ങൾ ഇവിടുന്ന് പ്രതിനിധികൾ പോയിരുന്നു. ആ റോഡ് ജീപ്പിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സന്ദർശിച്ചതിന് ശേഷം ആ സൂപ്രണ്ടിങ് എഞ്ചിനീയർ അദ്ദേഹം അത്ഭുതപ്പെട്ടത്, ഈ ഒരു 3 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വഴിയാകാം എന്ന് വളരെ ആഹ്ലാദത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് പോയി. ഇവിടെ ഈ മാധ്യമത്തിലൂടെ ഒരു കാര്യം സംശയം എന്ന രീതിയിൽ സൂചിപ്പിക്കാനുണ്ട്. ഈ റോഡ് സുഗമമായാൽ മറ്റു റോഡ് രാത്രികാല നിരോധനം നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറാതെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആരോ എവിടെയോ ഭയക്കുന്നു എന്നുള്ള ഒരു അടിയൊഴുക്ക് ഇതിൻ്റെ ചുറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ ആരോ എന്തോന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞതിൽ
ഞാനത് സമ്മതിക്കില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിന് അനുകൂലമായിട്ടോ വിരോധമായിട്ടോ താല്പര്യമുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണ്. ഇവിടെ അതിനെതിർ പാർട്ടികളുള്ളത് കൊണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. രാഷ്ട്രീയം അല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം ഇതിനകത്തുള്ളൂ. കാരണം ജനങ്ങളുടെ വിഷയം അവഗണിക്കുക എന്നുള്ളത് കുത്തക മുതലാളിത്തത്തിന്റെ സ്വഭാവമാണ്. ലക്ഷക്കണക്കിന് 11 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ യാത്ര അവർക്കൊരു അജണ്ടയോ വിഷയമല്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് വലുത്. കാരണം ഇവിടെ കിലോമീറ്റർ കണക്കിന് ഫ്ലൈ ഓവറുകളും അതേപോലെ തന്നെ മെട്രോ കൊച്ചി ഉൾപ്പെടെ അണ്ടർഗ്രൗണ്ടിലൂടെ മെട്രോ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ആളുകൾക്ക് ഈ 3 കിലോമീറ്ററോളം വരുന്ന പാത ഉണ്ടാക്കി കൊടുക്കണമെന്ന താല്പര്യമില്ല. കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സ്വഭാവം പാടെ കളഞ്ഞു കുളിച്ചു എന്നതാണ് കാരണം. കേരളത്തിലെ മലയാളികളോട് പറയാനുള്ളത്, നമ്മളാരും കരയുന്നില്ല എങ്കിൽ, നമ്മളാരും നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു പാതയും നമുക്ക് തുറന്നു തരാൻ പോകുന്നില്ല. ഇത് ഓരോ മന്ത്രി വരുമ്പോൾ ഒന്ന് കൈപിടിക്കാനോ കാലു പിടിക്കാനോ പോയി അങ്ങനെ അപേക്ഷ അവസരം അത് മാറ്റിയിട്ട് ശക്തമായ സമരമുറകളുമായി ഇറങ്ങുന്ന മലയാളി രംഗത്തിറങ്ങേണ്ടതുണ്ടെന്നാണ് പറയാനുള്ളത്. 11 ലക്ഷത്തോളം വരുന്ന മലയാളി യാത്രികർക്ക് സഞ്ചരിക്കാൻ കേവലം 40ഓളം റെയിൽവേകൾ മാത്രം ഓടുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ മലയാളികൾ ആകർഷിക്കുന്നത് ബസ്സുകളെയാണ്. അവർ ആശ്രയിക്കുന്നത് ഈ എയർബസ്സുകൾ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളെയാണ്. എന്നാൽ അതുതന്നെയാണ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ ലാഭവും. സീസൺ സമയത്ത് കൊള്ള ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന സ്വകാര്യ ബസ് ഉടമകൾ എന്ന് വ്യാപകമായ പരാതിയുണ്ട്. അന്വേഷിക്കുന്നു കേരള സമ്മിറ്റ് ബാംഗ്ലൂരിലെത്തി ഈ വിഷയത്തിൽ. ഷാഹിദ, അറിയേണ്ടത് ഷാനിത, എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഭൂരിപക്ഷം യാത്രക്കാരും ആശ്രയിക്കുന്നത് ബസ്സിനെ? റെയിൽവേ ആണോ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബസ്സിനെയാണോ? ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും ബസ്. ബസ്സിലെ യാത്രയിൽ ഇങ്ങനെ വ്യത്യാസം വരാറുണ്ടോ? സീസൺ സമയത്ത് ഇന്ന് ഇത്ര ചാർജ്, അല്ലാത്ത സമയത്ത് ഇത്ര ചാർജ്? ചില സമയത്ത് കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും. ചില സമയത്ത് മാത്രമല്ല സാർ, ഇപ്പോൾ വെള്ളി ശനി ഞായർ പ്രത്യേക അധിക ചാർജുകളാണ്. ഏകദേശം എത്രത്തോളം വർധനവ് വരും? ഏകദേശം 100 രൂപ 200 രൂപയോളം വർധനുണ്ട് ടിക്കറ്റിൽ. വെള്ളി ശനി 300 രൂപയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം കോഴിക്കോടേക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ 1000 രൂപ വരെ ഉണ്ട്. ചില 2000 രൂപ വരെ റെഡ് ബസ്സിൽ ലിസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? KSRTC ബസ് ഇഷ്ടം പോലെ നല്ല ഐരാവതം മുതൽ നല്ല ലക്ഷറി ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. നമ്മൾ KSRTC ബസ്, അതായത് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കേരളയുടെ ഇപ്പൊ നല്ല അടിപൊളി ബസ്സുകളാണ്. പക്ഷെ അവർ ചാർജ് വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. ഈ ബസ്സുകളുണ്ട്, ട്രെയിൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക മേഖലയിലേക്കാണ്, മനസ്സിലാക്കണം. മലബാർ എന്ന വലിയ മേഖലയിലേക്ക് ഒരു ട്രെയിനും ഒരു ഐരാവതവും ഉള്ളത്. ഈ നാട്ടിലേക്കുള്ള യാത്രയാണ് ഏറ്റവും വലിയ ദുരിതം യഥാർത്ഥത്തില്. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. അതായത് മലബാർ മേഖലയിലേക്ക് വയനാട്, അതായത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് യാത്രക്കാർക്ക് ആശ്രയിക്കാൻ ഒരു ട്രെയിനേ ഉള്ളൂ. കാസർഗോഡ് ഞാൻ പറഞ്ഞില്ല, കാരണം കാസർഗോഡ് വരാം. ആ ട്രെയിനിന്റെ പേര് യശന്തപുരം കണ്ണൂർ എക്സ്പ്രസ് എന്നാണെങ്കിൽ പോലും അതിനകത്ത് കണ്ണൂർക്കാർക്ക് സാധാരണ സീറ്റ് കിട്ടാറില്ല. പേരിൽ മാത്രമേ കണ്ണൂരുള്ളൂ. കാരണം ഇത് പോകുന്നത് മുഴുവനും സേലം ആ വഴി കൂടെ തമിഴ്നാട് കൂടെ സഞ്ചരിച്ചാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഉപകാരം തമിഴ്നാട്ടുകാർക്ക് കിട്ടുന്നല്ലാതെ മലബാർ മേഖലയിലേക്ക് ട്രെയിൻ സർവീസ് ആയിട്ട് പേരിനുള്ള ഒന്നും പോലും ഞങ്ങൾക്ക് അർഹതയില്ല. ബസ് ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഞങ്ങൾ ആശ്രയമുള്ളൂ. അതും ഈ പറഞ്ഞ രൂപത്തിലുള്ള അവരുടെ മാഫിയയും കാര്യങ്ങളും പ്രൈസിംഗിന്റെ വ്യത്യാസങ്ങളും സീസണിൽ 3 വരെ വ്യത്യാസങ്ങൾ 600 രൂപക്ക് 1800 കൊടുക്കണം നിങ്ങൾ പെരുന്നാളോ ഓണമോ വിഷു ആവുമ്പോൾ ക്രിസ്മസ് ആവുമ്പോൾ. ഇതിനിവിടെ നിയമങ്ങളൊന്നുമില്ല ബാംഗ്ലൂരിൽ.